നമ്മൾ ഇന്ന് ഇവിടെ എന്താണ് ചെല്ലാനത്തെ കടലാക്രമണം, അവിടുത്തെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു. കനത്ത മഴ നമ്മൾ കണ്ടു. സാധാരണഗതിയിൽ ഒരു മഴ പെയ്യുമ്പോഴേക്കും ഒരുപാട് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥലമാണ് കൊച്ചി. ഏതാണ്ട് മുങ്ങുന്ന സ്ഥലമാണ് എന്ന് തന്നെ പറയാം. എന്താണ് രാത്രിയിലെ കാഴ്ച, ആൻമരിയ സണ്ണി? ഹാഷ്മി, രാത്രിയിൽ മഴ ഇങ്ങനെ അതിശക്തമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ നഗരപ്രദേശത്ത് ഏകദേശം ഒരു ചെറിയ രീതിയിൽ കുറച്ച് നേരമായിട്ട് മഴ ശമിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുന്നതാണ് അല്പസമയം മഴയൊന്ന് ശമിച്ചിട്ടുണ്ട് എങ്കിൽ അതിനേക്കാൾ ശക്തമായിട്ടാണ് പിന്നീട് മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഴയൊന്ന് തോർന്നിട്ടുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അത് മാത്രമല്ല, ഈ മഴയിൽ ഈ നഗരത്തിന്റെ പല പ്രദേശങ്ങളിലുള്ള റോഡുകളിൽ ഇതിനോടകം തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ഹാഷ്മി ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് എറണാകുളം ജില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കുള്ള ഒരു അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മഴ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ മഴക്കാലപൂർവ്വകരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ജില്ലാ ഭരണകൂടം. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുമുണ്ട്. ആദ്യം നമ്മൾ നിന്നിരുന്ന വൈറ്റില ഭാഗങ്ങളിലേക്കെല്ലാം നമ്മൾ പോയിരുന്നു. ആ ഭാഗങ്ങളിലൊക്കെ റോഡുകളിലെല്ലാം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതിനെ തുടർന്ന് നല്ല രീതിയിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നഗരപ്രദേശങ്ങളിലെ കാഴ്ച ഇതാണ്. ഇനി തീരദേശങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കണ്ട ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് ചെല്ലാനത്തെ ആ ഒരു പ്രതിഷേധമാണ്. അത് കടൽഭിത്തി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അവർ കല്ലില്ലെങ്കിൽ കടലിലേക്ക് എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തിയാണ് ചെല്ലാനത്ത് കടലിലേക്ക് ഇറങ്ങി കണ്ണമാലി പ്രദേശത്തുള്ള പ്രദേശവാസികൾ, ഈ തീരദേശവാസികളെല്ലാം കടലിലിറങ്ങി പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. അത് ഈ വരും ദിവസങ്ങളിലും അവരുടെ പ്രതിഷേധം കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ലഭിച്ചിട്ടില്ല എങ്കിൽ അവരുടെ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ തീരദേശ മേഖലകളിലെല്ലാം ഇന്ന് രാവിലെ മുതൽ തന്നെ, ഇന്ന് പുലർച്ചെ മുതൽ തന്നെ അതിശക്തമായ കാറ്റും മഴയുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്.